റീഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വകുപ്പ് 2024 വർഷത്തെ മൃഗസംരക്ഷണ മേഖലയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡുകളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. മികച്ച ക്ഷീര കർഷകൻ 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും, വാണിജ്യാടിസ്ഥാനത്തിലുള്ള മികച്ച ക്ഷീര കർഷകൻ 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും, മികച്ച സമ്മിശ്ര കർഷകൻ 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും, മികച്ച പൗൾട്രി കർഷകൻ 50,000 രൂപയും പ്രശസ്തി പത്രവും, മികച്ച കർഷക 50,000 രൂപയും പ്രശസ്തി പത്രവും, മികച്ച യുവ കർഷകൻ 50,000 രൂപയും പ്രശസ്തി പത്രവും. നമ്മുടെ വകുപ്പിൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരായിട്ടുള്ള പ്രിയപ്പെട്ടവർ, അതോടൊപ്പം തന്നെ ഇന്നിവിടെ പങ്കെടുക്കുന്ന പത്രമാധ്യമ പ്രവർത്തകർ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, മൃഗസംരക്ഷണ വകുപ്പിനെ സംബന്ധിച്ച് നാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിരവധിയായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞ ഒരു വകുപ്പ് കൂടിയാണ് മൃഗസംരക്ഷണ വകുപ്പ് എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. കർഷകർക്ക് ഉപകാരപ്രദമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുവാൻ ഇന്ന് മൃഗസംരക്ഷണ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ വർഷവും ഈ വകുപ്പിലെ പ്രിയപ്പെട്ട ക്ഷീര കർഷകർക്ക്, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ക്ഷീര കർഷകർക്ക് അവാർഡുകൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അവരെ ആദരിക്കപ്പെടുന്ന ചടങ്ങുകൾ ഉൾപ്പെടെ ഓരോ വർഷവും നമ്മൾ സംഘടിപ്പിക്കുന്നു. നമുക്കറിയാം, ജില്ലാ കേന്ദ്രങ്ങളിലും നമ്മൾ അത്തരത്തിലുള്ള അവാർഡുകൾ, അത് മൃഗക്ഷേമ അവാർഡുകൾ ഉൾപ്പെടെ കൊടുക്കുവാൻ നമ്മുടെ വകുപ്പുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ മൃഗസംരക്ഷണ മേഖലയ്ക്ക് അതീവ പ്രാധാന്യമുള്ള ഒരു സ്ഥാനമാണ് ഇന്ന് ഉള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ കരുതലായി നിലകൊള്ളുന്ന ഈ മേഖല കർഷകരുടെ തന്നെ വരുമാനം വർദ്ധിപ്പിക്കുവാനും തൊഴിൽ സൃഷ്ടിക്കുവാനും പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാംസത്തിൻ്റെ ഉൽപ്പാദനം അത് വർദ്ധിപ്പിക്കുവാൻ, ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ കർഷകരുടെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം സമർപ്പിതമായ ഒരു പ്രവർത്തനം ഇന്ന് വളരെ നിർണായകമായ ഒന്നാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. തണ്ടുകളാണ് വരുന്നത്. ഏറ്റവും നല്ല നമ്മുടെ ഭക്ഷണത്തിൽ ഒന്നാണ് അത്തരത്തിലുള്ള നമ്മുടെ ചോളത്തണ്ട് എന്നുള്ളത് ഞാൻ പറയുകയാണ്. അതൊക്കെ കൊടുക്കുവാൻ അവർക്ക് തയ്യാറായതുകൊണ്ടും നല്ല പരിചരണം കിട്ടിയത് കൊണ്ടുമാണ് ഇത്രയും പാല് നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ തരത്തിൽ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്, ഇന്നിവിടെ അവാർഡ് ജേതാക്കളായിട്ട് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, അവർക്കെല്ലാം ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മൃഗസംരക്ഷണ നിക്ഷേപക സംഗമം രാവിലെ മുതൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേക ക്ലാസ്സുകൾ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുന്നവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികമായി ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 16 തരത്തിലുള്ള വിവിധ ഇനം പാലുൽപ്പന്നങ്ങൾ ലില്ലീസ് ഫാം പ്രൊഡക്ട്സ് എന്ന പേരിൽ വിപണനം നടത്തി വരുന്നു. മികച്ച വനിതാ കർഷകർക്കുള്ള അവാർഡ് നൽകുന്നത്. ഇനം, എണ്ണം, ഇതിൽ നിന്നുള്ള വരുമാനം,
ആരോഗ്യസ്ഥിതി, വൃത്തി, പാലുൽപാദനം, മുട്ട, ഇറച്ചി, പാലുൽപ്പന്നങ്ങൾ ഇവയുടെ വിപണനം, പുൽകൃഷി, സാങ്കേതിക വിദ്യ, മാലിന്യ നിർമ്മാർജ്ജനം, നൂതനാശയങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവയും അവാർഡിനായി പരിഗണിക്കപ്പെട്ടു. അടുത്തതായി മികച്ച യുവ കർഷകനുള്ള അവാർഡാണ്. 50,000 രൂപയും പ്രശസ്തി പത്രവും സിമി പ്രധാനമായും കാടക്കോഴി, മുട്ടക്കോഴി എന്നിവയാണ് വളർത്തുന്നത്. അതോടൊപ്പം എഗർ നഴ്സറിയിലൂടെ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയും ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വില്ലേജ് ടേസ്റ്റ് എന്ന പേരിൽ മുട്ടകൾ ബ്രാൻഡ് ചെയ്ത് വിപണനം നടത്തിവരുന്നു. ഈ സംരംഭത്തിലൂടെ പ്രതിവർഷം 42 ലക്ഷം രൂപയുടെ വരുമാനമാണ് ഈ കർഷകർ നേടിയെടുക്കുന്നത്. അഭിനന്ദനങ്ങൾ.